ഈ ഇടയായിട്ട് കേട്ടുവരുന്ന നിരവധി ചോദ്യങ്ങളിൽ ഒന്നാണ്, ആരാണ് അസ്രയേൽ? മിക്കവർക്കും അറിയാവുന്ന, എന്നാൽ മിക്കവർക്കും അറിയാത്ത, എന്നാൽ മിക്കവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് അസ്രയേൽ. കറുത്ത മാലാഖ എന്നറിയപ്പെടുന്ന അസ്രയേൽ മനുഷ്യരുടെ മരണസമയത്ത് അവരുടെ ആത്മാവിനെ അവരുടെ ശരീരത്തിൽ നിന്നും വേർതിരിച്ച് മരണാനന്തര ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവദൂതനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കറുത്ത മാലാഖ എന്നർത്ഥം വരുന്ന അസ്രയേൽ ഒരു ജൂവിഷ് ഇസ്ലാമിക് വേർഡാണ്. ദൈവത്തിൻ്റെ ഏറ്റവും പഴയ ദൂതന്മാരിൽ ഒരാളായ അസ്രയേലിനെ ദ ഡിസ്ട്രോയർ ഏഞ്ചൽ അഥവാ നാശം വിതയ്ക്കുന്ന മാലാഖ എന്നും വിളിക്കുന്നു. ഹീബ്രുക്കളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ദൈവം അയച്ച ദൂതന്മാരിൽ ഒരാളായിട്ടാണ് അസ്രയേലിൻ്റെ പരാമർശം. സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്ന അസ്രയേലിനെ നാശം വിതയ്ക്കുന്ന ദൂതൻ അഥവാ ദ ഡിസ്ട്രോയർ ഏഞ്ചൽ എന്നാണ് വിളിക്കുന്നത്. അന്യൻ സിനിമയിൽ നമ്മൾ കാണുന്ന ആ കറുത്ത രൂപം അത് ഈ അസ്രയേൽ തന്നെയാണ്. എന്നാൽ അസ്രയേലിനെ എങ്ങനെയാണ് മരണദൂതനായി ദൈവം തിരഞ്ഞെടുത്തതെന്നറിയാമോ? മനുഷ്യ സൃഷ്ടിയുടെ സമയത്ത് മനുഷ്യനെ സൃഷ്ടിക്കാൻ ആവശ്യമായ വസ്തുവകകളെല്ലാം ശേഖരിച്ചു കൊണ്ടുവരാൻ ദൈവം തൻ്റെ മാലാഖമാരോടെല്ലാം പറഞ്ഞു. എന്നാൽ ഇവരെല്ലാം പല പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല. അവസാനം അസ്രയേലാണത് കണ്ടെത്തിക്കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് ദൈവം അസ്രയേലിനെ മരണദൂതനാക്കുന്നത്. മനുഷ്യ സൃഷ്ടിക്ക് പ്രധാന പങ്ക് വഹിച്ച ഒരാളായതുകൊണ്ട് ആ ജീവൻ എടുക്കാനുള്ള അവകാശം ദൈവം അസ്രയേലിന് നൽകി. മരണത്തിൻ്റെ ദൂതനായ ഈ അസ്രയേലിനെ കുറിച്ച് ജൂതഗ്രന്ഥങ്ങളിലും ഖുറാനിലും കുറേ അധികം പരാമർശിക്കുന്നുണ്ട്. ഇസ്ലാമിൽ മരണാനന്തരം അവരുടെ പേരുകൾ മായ്ക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യപ്പെടുന്ന ഒരു ചുരുൾ ഈ അസ്രയേൽ കൈവശം വയ്ക്കുന്നതായി പരാമർശിക്കുന്നു. വിവിധ മതങ്ങളുടെ വീക്ഷണങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് യഹൂദ മതത്തിലെയും ഇസ്ലാമിലെയും സ്വർഗത്തിൻ്റെ ഒരു വിഭജനമായ മൂന്നാം സ്വർഗത്തിലെ ഒരു നിവാസിയായും അസ്രയേലിനെ കണക്കാക്കുന്നു. അസ്രയേൽ ഇസ്ലാമിലെ 4 പ്രധാന ദൂതന്മാരിൽ ഒരാളാണ്. കൂടാതെ ഈ അസ്രയേലിനെ കുറിച്ച് ഖുറാനിലും പരാമർശിക്കുന്നു. ഹീബ്രുവിൽ അസ്രയേൽ എന്ന വാക്കിന് ദൈവത്തിൽ നിന്നുള്ള സഹായം അഥവാ ദൈവത്തിൻ്റെ ദൂതൻ എന്ന് പറയപ്പെടുന്നു. ഈ അസ്രയേൽ ഒരിക്കലും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നില്ല. എപ്പോഴാണോ ഓരോ ആത്മാവിനെ അതിൻ്റെ ശരീരത്തിൽ നിന്നും വേർതിരിക്കേണ്ടത് ആ സമയമാവുമ്പോൾ അസ്രയേലിന് ദൈവത്തിൽ നിന്നും ഉത്തരവ് ലഭിക്കും. ആ സമയത്ത് അസ്രയേൽ വന്ന് ആ മരണാനന്തര സമയത്ത് ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർതിരിച്ചു കൊണ്ടുപോകുന്നു. മുസ്ലിം പാരമ്പര്യം അനുസരിച്ച് ഒരു വ്യക്തിയുടെ മരണത്തിന് 40 ദിവസം മുമ്പ് ദൈവം സ്വർഗീയ സിംഹാസനത്തിനടുത്തുള്ള ഒരു മരത്തിൽ നിന്നും ഒരു ഇല വീഴ്ത്തുന്നു. ആ ഇല താഴെ വീഴുമ്പോൾ അസ്രയേൽ ആ ഇലയെടുത്ത് അതിൽ നിന്നും ഒരു പേര് വായിക്കുന്നു. ആ പേരുള്ള ആത്മാവിനെ അതിൻ്റെ ശരീരത്തിൽ നിന്നും വേർതിരിച്ച് അസ്രയേൽ കൊണ്ടുപോകുന്നു. എന്നാൽ ചിലർ ഈ അസ്രയേലിന് ദേഹം മുഴുവൻ കണ്ണുകളുണ്ടെന്നും 4000 ചിറകുകളുണ്ടെന്നും വലിയ ഭീമാകാരമായ ശരീരമുണ്ടെന്നും ഒക്കെ അവകാശപ്പെടുന്നു. അസ്രയേലിൻ്റെ ഈ 4000 വരുന്ന ചിറകുകളെ 2 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. 1 കൃപയുടെ ചിറകുകളും 2 ശിക്ഷയുടെ ചിറകുകളും. അതിൽ ഈ ശിക്ഷയുടെ ചിറകുകൾ ഇരുമ്പ് വടികൾ, കൊളുത്തുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയുന്നു. ഈ പറയുന്ന അസ്രയേൽ മാത്രമല്ല മരണദൂതൻ. മരണദൂതന്മാരുടെ ഒരു വലിയ സേന തന്നെ അസ്രയേലിൻ്റെ പക്കലുണ്ട്. അസ്രയേൽ തന്നെയാണ് മരണം, നാശം വിതയ്ക്കുന്ന ദൂതൻ. എപ്പോഴാണോ സ്വർഗീയ സിംഹാസനത്തിന് താഴെയുള്ള മരത്തിലെ ഒരു ഇല ദൈവം പൊഴിക്കുന്നത്, ആ ഇലയിൽ ആരുടെ പേരാണോ ഉള്ളത് അയാളെ അസ്രയേൽ ശരീരത്തിൽ നിന്നും വേർപെടുത്തി കൊണ്ടുപോകുന്നു. കറുത്ത ചട്ടയണിഞ്ഞ് നീളമുള്ള ഒരു വാളും കയ്യിലേന്തി നിൽക്കുന്ന മരണത്തിൻ്റെ ദൂതനാണ് അസ്രയേൽ. മനുഷ്യരുടെ മരണസമയത്ത് തങ്ങളുടെ ജീവിതകാലം അവസാനിച്ചു, ഇനി തിരികെ പോകേണ്ട സമയമായി എന്ന് പറഞ്ഞ് ഓരോ വ്യക്തിയുടെ മുമ്പിലും അസ്രയേൽ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഈ ആളുകൾ വിസമ്മതിച്ചാൽ അവരുടെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പറിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാപ്പർഹിക്കാത്ത തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്ന ഉഗ്രമായ ശക്തിയാണ് അവൻ. നല്ല രീതിയിൽ ജീവിച്ചവർക്ക് അസ്രയേൽ അതിമനോഹരനും ദൈവിക ഗന്ധമുള്ളവനുമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ബാക്കി വരുന്ന പാപികൾക്കാവട്ടെ അവൻ തൻ്റെ ഭീകരമായ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. സാത്താനുമായുള്ള പോരാട്ടത്തിൽ അവൻ്റെ ഭീകരത 100 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അവൻ്റെ ഉയരം മലകളെ കീഴടക്കുകയും അവൻ്റെ ചിറകുകൾ ആകാശത്തെ മറയ്ക്കുകയും ചെയ്യപ്പെടുന്നു. അസ്രയേലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.